حرمة النبي صلى الله عليه وسلم بعد موته وتوقيره وتعظيمه لازم റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. റസൂലുള്ളാഹിനെ ആദരിക്കൽ ബഹുമാനിക്കൽ നിർബന്ധമാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹിനെ ബഹുമാനിക്കേണ്ടത്? കമാ കാന ഹാല ഹയാതിഹി, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തിൽ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ റസൂലുള്ളാഹിനെ ആദരിച്ചേ മതിയാവൂ. വദാലിക ഇൻദ ദിക്രിഹി, അതൊന്ന് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴാ. വദിക്രി ഹദീഥിഹി, റസൂലുള്ളാഹിന്റെ ഹദീത്ത് പറയുമ്പോഴാ. വസുന്നതി, റസൂലുള്ളാഹിന്റെ സുന്നത്ത് പറയുമ്പോഴാ. വസമാഇ ഇസ്മിഹി, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴാ. വസീറതിഹി വമുആമലതി ആലിഹി വഅഹ്ലി ബൈതിഹി, അതേ റസൂലുള്ളാഹിന്റെ തങ്ങന്മാരെ കാണുമ്പോഴാ. അതേ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളെ കാണുമ്പോഴാ. ആ പേരക്കുട്ടികൾക്ക് ഇവിടെ ഗ്രൂപ്പിൽ ചർച്ചയില്ല. അവിടെ പാണക്കാട് കുടുംബമെന്ന മാറ്റമില്ല. അതെ, അത് ഉള്ളാളം തങ്ങളാണെങ്കിലും തങ്ങളാണല്ലോ. പാണക്കാട് മുഹമ്മദ് അലി തങ്ങളും തങ്ങളാണല്ലോ. അതെ, എന്റെ ചെറുപ്പക്കാരാ, നീ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലോ സയ്യിദുമാരെ മറുഭാഗം വെച്ചുകൊണ്ട് ചീത്ത പറയുന്നൊരു ശൈലിയുണ്ടോ? അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഉള്ളാളം തങ്ങളെ കുടുംബത്തിനെ ബഹുമാനിക്കൂ, ഞാൻ പാണക്കാട് കുടുംബത്തിനെ ബഹുമാനിക്കൂ എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. അവരെല്ലാം റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണെന്നൊരു ചിന്ത വേണോ? അത് റസൂലുള്ളാഹിനോടുള്ള ബഹുമാനമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതേ, ബഹുമാനപ്പെട്ട അബൂ ഇബ്രാഹിം അൻ-നജീബി റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ വ മുഅ്മിന മതാ ദകറുഹു ഔ ദുകിറ ഇൻദഹു. അതേ, റസൂലുള്ളാഹിന്റെ പേര് ഒരാൾ പറയുമ്പോ, ഒരാളെ മുമ്പിൽ വെച്ച് റസൂലുള്ളാഹിന്റെ പേര് പറയപ്പെടുമ്പോ മുഅ്മിനായ എല്ലാ ആളുകൾക്കും നിർബന്ധമാണ് അതെ, അവൻ താഴ്മ ചെയ്യണേ, അവൻ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണേ. അതേ, റസൂലുള്ളാഹിന്റെ സദസ്സ് തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. വളരെ അച്ചടക്കത്തോടുകൂടെ നീ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കുമോ, വയഹുദ ഫീ ഹൈബതിഹി വഇജ്ലാലിഹി ബിമാ കാന യഹുദു ബിഹി നഫ്സഹു ലൗ കാന ബൈന യദൈഹി. റസൂലുള്ളാഹിന്റെ മുമ്പിലിരിക്കുമ്പോ നീ എങ്ങനെയാണ് ഇരിക്കുക, അപ്രകാരമായിരിക്കണം നീ സ്വലാത്തിന്റെ മജ്‌ലിസിലിരിക്കേണ്ടത്. അപ്രകാരമായിരിക്കണം ഉമ്മമാരെ നമ്മൾ ഇരിക്കേണ്ടത്. മുത്തുനബിയുടെ മുമ്പിലേക്ക് മാറുമറക്കാതെ നമ്മൾ ചെല്ലുമോ? തലമറക്കാതെ ചെല്ലുമോ? അതേ, റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഔറത്ത് കാണിച്ച് ചെല്ലുമോ? ഇത് തന്നെയല്ലേ ദിക്റിന്റെ സദസ്സിലും വരുമ്പോ, ഇത് തന്നെയല്ലേ മജ്‌ലിസുകളിൽ വരുമ്പോ, ഇത് തന്നെയല്ലേ ബുർദയിലേക്ക് വരുമ്പോ നമ്മൾ തലമറക്കാത്തവരാണെങ്കിൽ തലമറച്ചോ. സാധിക്കുമെങ്കിൽ ഒരു ടവല് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ നീ നിന്റെ തലമറച്ചോ. കാരണം മുത്തുനബിയുടെ മുമ്പിലേക്ക് തലമറക്കാതെ നീ ചെല്ലുമോ? ഈ പാവപ്പെട്ട ഞാൻ ചെല്ലുമോ? ഇല്ലല്ലോ, അതൊക്കെ ബഹുമാനത്തിനെതിരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് എങ്ങനെയാകുമോ നീ പെരുമാറുക, അതേ പെരുമാറ്റം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നീ പെരുമാറൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട അബൂ ഇബ്രാഹിം അൻ-നജീബി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നു. അതായിരിക്കണം നമ്മുടെ ബഹുമാനം. റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമായിരിക്കണം നമ്മുടെ മനസ്സിൽ.
ഉമ്മമാരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഫാത്തിമാനെ പാട്ട് പഠിപ്പിക്കല്ല, സിനിമാ ഗാനങ്ങൾ പഠിപ്പിക്കല്ല. നമ്മുടെ മക്കളെ മനസ്സിൽ സ്നേഹിക്കാൻ ഒരാളെ കൊടുക്കണം. അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കണം. മുത്തുനബിയെ കുറിച്ച് പഠിപ്പിച്ചിരുന്നില്ലേ നമ്മുടെ ഉമ്മമാർ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ദിക്റുകൾ ചൊല്ലി റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലി എന്റെ ഉമ്മ എന്നെ താരാട്ട് പാടിയിട്ടില്ലേ? അതുപോലെ എന്റെ ഉമ്മമാരെ നിങ്ങളെയും താരാട്ട് പാടിയിട്ടില്ലേ? ആ താരാട്ട് മുഴുവനും മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു തെമ്മാടി പാടിയ പാട്ട് നിങ്ങളെ നാവ് കൊണ്ട് ഉച്ചരിച്ച ചെറിയ മക്കളെ നിങ്ങൾ താരാട്ട് പാടി ഉറക്കുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ റസൂലുള്ള എവിടെ? ആ കുട്ടിയുടെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമെവിടെ? ആ കുട്ടിക്ക് നന്നാവണമെന്ന ചിന്തയുമെവിടെ? നമ്മുടെ ഉള്ളാളം മക്കാമിൽ ഹദിയ ചെയ്തിട്ട് കാര്യമുണ്ടോ? സ്വലാത്തിന്റെ ഹൽക്കയിലേക്ക് സദഖ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അല്ലാഹു തആല വന്നുപോയ പിഴവുകളെല്ലാം മാപ്പ് ചെയ്തു പെരുമാറാകട്ടെ. അതുകൊണ്ട് ഇനി ചൊല്ലേണ്ട ദിക്റ, നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട ദിക്റ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങളായിരിക്കണേ, റസൂലുള്ളാഹിന്റെ പേരായിരിക്കണേ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 10ാം ക്ലാസ്സിലെത്തിയപ്പോ അതേ സ്വന്തം മകളെ മനസ്സിൽ ഏതോ ഒരു വിനോദ്, ഏതെങ്കിലും ഒരു റബ്ബാർ, ഏതെങ്കിലും ഒരു റഷീദ് കൊടുകൊത്തി വാഴിയിട്ടുണ്ട്. അവരെ മനസ്സിൽ പ്രേമമാ. അതേ ഉപ്പ പറഞ്ഞതനുസരിക്കാതെ ഇന്നാലിന്ന പെണ്ണിനെ ഞാൻ കെട്ടു എന്ന് നിർബന്ധ ശാഠ്യം പിടിക്കുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് എങ്ങനെയാ ഒരു പെണ്ണ് കയറി വന്നത്? അവരെ മനസ്സിലേക്ക് സ്നേഹിക്കാൻ ഒരാളെ നമ്മൾ കൊടുത്തില്ല. അവരെ മനസ്സിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവർ വഴിതെറ്റുന്നു. സ്നേഹിക്കാൻ ദാഹിക്കുന്ന അവരെ മനസ്സിന്റെ അടക്കത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാളെ കിട്ടണമെന്ന് ചിന്തിക്കുമ്പോ അവിടെ അമുസ്ലിം എന്ന് ചിന്തിക്കുന്നില്ല, അവൾ മുസ്ലിമാണെന്ന് ചിന്തിക്കുന്നില്ല, അവൾ ദീനിയാണെന്നോ ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ പിന്നാലെ ഓടിപ്പോകേണ്ട ഗതി നമ്മുടെ സമുദായത്തിന് എത്തിപ്പെട്ടതാ. അത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് മനസ്സിൽ കൊടുക്കാത്തത് കൊണ്ടാ. അതേ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാ. എന്റെ ഉമ്മമാരാ ഒരു ശൈലി മാറ്റണേ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ പേര് പോലും ഉമ്മമാർക്ക് ഇഷ്ടമില്ല. മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പുച്ഛമാണ്. അബ്ദുള്ള എന്ന് പറഞ്ഞ പരിസരത്ത് കൂടെ പിന്നെ പോകൂല. ഇതാപ്പ നമ്മുടെ ശൈലി. മുഹമ്മദ് എന്ന് പേരിടാൻ പറ്റൂല. അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? ഇതിന്റെ ഇടയ്ക്ക് പത്രത്തില് വാർത്ത വന്ന വരുത്തോണ്ട് ഒരു കുട്ടിക്ക് പേരിട്ട് വേശ്യ എന്ന പേരിട്ട്. അപ്പൊ നോക്കുമ്പോ എന്താ, അച്ഛന്റെ പേര് വേലായി തന്നു, അമ്മന്റെ പേര് ശ്യാമ. അപ്പൊ അച്ഛന്റെ ഒരു പേരും അമ്മന്റെ ആദ്യത്തെ പേരും വേശ്യ എന്ന കൂട്ടി വായിച്ചാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമ്മളെ കൂട്ടത്തിലുണ്ട്. ചിലപ്പോ കൂട്ടി വായിക്കും പരിപ്പ് വടാന്നൊക്കെ കാരം പെരുത്ത് കുട്ടിന്റെ പേര്. നിന്റെ ഇടയ്ക്കൊരു കുട്ടിന്റെ പേര് ഹഷ്ഫമോള് എന്നൊരു പേര്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു.